ഭഗവത്ഗീതയിൽ പറയുന്നത് മുമ്പേ കേട്ടോ. ഇന്ന് പോയി ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ഭക്തിയോഗം 13-14 ശ്ലോകങ്ങൾ പഠിച്ചാൽ ഇതന്നെയാണ്. അത് ഡെയിലി വായിച്ചു. അതുപോലെ ഗീതയിലെ ധ്യാനയോഗത്തിലെ 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകം ഉദ്ധരേതാത്മനാത്മാനമവസാദേ ആത്മേവ യാത്മനോ ബന്ധു ആത്മേവ വിരാത്മ. എന്നെ ഉദ്ധരിക്കേണ്ടത് ഞാൻ തന്നെയാണ്, വേറെ ആരും ഇല്ല. ഗീത അപ്പൊ നമ്മൾ കല്ലുടിക്കേണ്ട കഥ ഭഗവാൻ രക്ഷിക്കും. ഭഗവാൻ റൂട്ട് വന്നിരും, അതുകൂടെ പോകണം. നമ്മൾ ചളിക്കൊണ്ട് പോയി ചാടിയിട്ട് ഭഗവാൻ കരകയറ്റിത്തരും. അതിനെ ഭഗവാൻ പറഞ്ഞാണെങ്കിൽ വഴിയിടിച്ച് പിടിച്ചു കയറാൻ ഒരു ഏടിയാണ് എടുക്കുക. ആ ഏടിയാണ് ഈശ്വരനെ കണ്ടുപിടിക്കാൻ വന്നത്. ആ പദ്ധതി ചാടി രക്ഷപ്പെടാൻ മനഃപൂർവ്വമായോ ഞാൻ നിനക്ക് വഴി പറഞ്ഞു തരാം. ഇന്നെ പോലെ ചോദിക്കും, ഏതാ വഴി? ആര് പറഞ്ഞാലും ഒരു വ്യക്തി പറഞ്ഞാലില്ല, നമ്മുടെ ഗ്രന്ഥങ്ങളാണ് വഴികാട്ടികള്. നിങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ഉണ്ടായതാണ്, നിങ്ങൾ ചെയ്യേണ്ട കർമ്മം ഇതാണ്, നിങ്ങൾ ലക്ഷ്യം ഇതാണ്. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞാൽ ഭഗവാന്റെ റൂട്ട്. ആ റൂട്ടിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആരെ രക്ഷിക്കേണ്ടത്? അതാണ് ബുദ്ധേനാത്മനാത്മാണ്. നമ്മളെ ഉയർത്തേണ്ടത് ഞാൻ തന്നെ, എന്റെ ശത്രു ഞാൻ തന്നെ. അപ്പൊ വിഷമം വരും. അപ്പുറത്തെ ഉണ്ണിക്കുട്ടനാന്ന് പറയുന്നത് നമ്മള്. അപ്പൊ നമ്മുടെ ശത്രു ഞാൻ തന്നെ, എന്റെ മിത്രം ഞാൻ തന്നെ. ഇത് പണ്ട് ഒരു വൈദ്യർ പറഞ്ഞേ, രോഗി ചെന്നപ്പോ ഞാൻ മാറ്റിത്തരാം, മാറ്റിത്തരാം. ഒരു കൊല്ലം ഇയാൾ ആഴ്ച വരുന്നു, ഇയാളെ കാശ് തീർന്നു. എന്താ വൈദ്യം മാറ്റിത്തരാം? ഞാൻ വരുമ്പോ മരുന്ന് മാറ്റിത്തരാന്നാണ് പറഞ്ഞത്. അസുഖം മാറ്റുന്ന കാര്യമൊന്നുമില്ല. അതാണ് നമ്മുടെ മരുന്ന് മാത്രമേ അസുഖം മാറില്ല. കാരണം എന്താ? യഥാർത്ഥ ചികിത്സ നമ്മൾ തുടങ്ങി. ചികിത്സിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മനസ്സാണ് ക്ഷമിച്ചത്. മനസ്സിലെ ഗുണങ്ങളാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഗുണങ്ങളാണ് നമ്മുടെ മനസ്സ്. നമ്മൾ ഗുണവാന്മാരാ, നമ്മൾ ദേവന്മാരാ. ദൈവിക ഗുണങ്ങൾ നമ്മളുണ്ട്. ആ ദൈവിക ഗുണങ്ങളെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നു. നമ്മൾ മനുഷ്യനുള്ളവൻ, മനനം ചെയ്യാൻ കഴിവുള്ളവൻ, വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ. അതിൽ നിന്നും തകർന്ന അസുരയിലേക്ക് അറിയാനാണ് കഴിവത്ത് സംഭവിച്ചത്. അസൂയത അതൊരു സ്റ്റെപ്പ് മേഖലയിലേക്ക് മനുഷ്യരിലേക്ക് വന്നാണ് ദേവനിലേക്ക്. ദൈവിക ഗുണങ്ങൾ നമ്മളിൽ നിന്ന് നമ്മൾ ദേവനെ കാണിക്കുന്നത്. നമ്മളില്ലാത്ത എന്തോ ദേവനെടുത്തും ദേവനെടുത്തും അല്ലേ? നമ്മൾ തൊഴിലോ പൂലോ ആ ഗുണങ്ങൾ നമ്മൾ നമ്മളിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? ക്ഷമ, സ്നേഹം, ശാന്തി, സന്തോഷം, ആനന്ദം, സുഖം, പരിശുദ്ധി, ജ്ഞാനം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം വളരെ മുന്നേ പ്രതികാരം വന്നു. അത് പോസിറ്റീവായിട്ടായിരിക്കില്ല. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, നാളെ രാവിലെ 8 മണിക്കുള്ള ക്ലാസ് 5 മണിക്കെത്തണം. ഒരു വിശേഷപ്പെട്ട ക്ലാസ് ഉണ്ട്. കുട്ടികളെല്ലാം 5 മണിക്കെത്തി. ഗുരു വന്നില്ല. 6 മണി, 7 മണി, 8 മണി സാധാരണ സമയത്ത് ഗുരു വന്നു. കുട്ടികളൊക്കെ അസ്വസ്ഥരായി. എന്ത് ഗുരു വരും 5 മണിക്ക് വന്നിട്ട് താങ്കളെ കണ്ടായിരുന്നു പഠിക്കുന്നത്. ഒരു കുട്ടി മാത്രം ഒന്നും മിണ്ടായിരുന്നു. അപ്പൊ എന്താണ് രാജു താങ്കൾ മിണ്ടാത്തത്? ഗുരുനാഥന്റെ ക്ലാസ് എന്താക്കി മനസ്സിലായി. എന്താ? ക്ഷമ എന്ന പഠനമായിരുന്നു. എത്രത്തോളം നമുക്ക് ക്ഷമയുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുക. ക്ഷമയെ പഠിപ്പിക്കുക ഉണ്ടായില്ല എന്താ പറയുക, കുറച്ചേരം ഉണ്ടായിരുന്നു. ഞാൻ പറയാം, ഞാനിന്ന് ക്ഷമിച്ചു. ക്ഷമ. എനിക്കിനി കോപം വരില്ല. 25,000 മൊബൈൽ കുട്ടികളെ പൊട്ടിച്ചു കഴിഞ്ഞു. 400 പേര് കോപം ഒഴിവാക്കിയ ആളാണ്. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സില്, സബ്കോൺഷ്യസ് മൈൻഡില് ഒരു ലെയർ കിടക്കുകയും ഇത് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ സംസ്കാരങ്ങൾ അതാണ് നമ്മൾ അറിയാതെ പുറത്തേക്ക് വരുന്നത്. ഈ സാധനം നമ്മൾ സത്സംഗത്തിലൂടെയും നാമജപത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും പുറത്തേക്ക് താഴണം. പാലാഴി മന്ത്രം ചെയ്ത സമയത്ത് ആദ്യം വന്നത് കാളമുള്ള വിഷം. ഉള്ളത് കുറെ വിഷമൊക്കെ വരും. അതെന്താണ്? കൂടുതൽ രൗദ്രഭാവത്തിൽ വരും. അതെന്ത് ചെയ്യും? ആ വിഷം പോയി പിന്നെ അമൃതം കിട്ടുന്നവർക്ക് കടയണം. നല്ലോണം കുറേ വിഷം എന്നിട്ട് നല്ല അമൃതം കിട്ടും. ആ മന്ത്രം പാലാഴി മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പാരായണ മനനം എന്ന് പറഞ്ഞാൽ മന്ഥനം ചെയ്യണം. മന്ത്രം എന്ന് പറഞ്ഞാൽ അരച്ച് കലക്കാണ്. എന്ത് സാധനം ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. രാത്രി കിടക്കുമ്പോ ഒരു സംശയം, ഗീതയിലെ വരി, രാമായണത്തിലെ വരി, ഭാഗവതത്തിലെ വരി, നാരായണത്തിലെ വരി അട്ട് കൊടുത്താൽ കിടക്ക ചിന്തിച്ച. അപ്പൊ നമുക്ക് സ്വപ്നം കാണില്ല, നാളെ ഭാഗവേ കാണില്ല, കടമുണ്ടാവില്ല, ചിന്തിക്കില്ല. എല്ലാം ഭഗവാനെ സമർപ്പിച്ചു. സുഖനിദ്ര. കുറെ കാലം കഴിഞ്ഞാൽ രാവിലെ എടുക്കാനൊരു സാരമില്ലാക്കാന്ന് സുഖനിദ്രയില്ലേ? ഈ ടെൻഷൻ പോണോ? അടുത്ത ജന്മം അതുപോലെ തന്നെ ഉണ്ടാവും. എത്ര ടെൻഷൻ അടിച്ചു അങ്ങനെ ടെൻഷൻ
ജയിച്ചോടെ പാട്ടുകാരൻ, ഒരുത്തൻ ഫുട്ബോൾ കളിക്കാൻ, ഒരുത്തൻ കത്തും കഴിയുന്നുണ്ടാവും. മൂന്ന് സൈസാണ്. കാരണം ആ സംസ്കാരം കൊണ്ട് വന്നതാണ്. ഇവിടുന്ന് എന്ത് കൊണ്ടുപോകണം നമ്മൾ തീരുമാനിക്കുക. ഇവിടുന്ന് പോകുമ്പോ നല്ല സംസ്കാരം കൊണ്ടാണോ അതോ വേറെ ഗുണ്ടകളുടെ നാട്ടിൽ പോലെ എന്തെങ്കിലും നമ്മൾ തീരുമാനിക്കുക. തീരുമാനം നമ്മുടെ പ്രവൃത്തിയിലുള്ളതാണ്. അപ്പൊ ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത പോലത്തെ നവീകരണ കലശത്തിന് നേരത്തെ തിരുമേനി പറഞ്ഞ് തന്നാൻ കഴിയുന്നത് 10 രൂപ നയിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 70, 25, 60, 100 എന്നാണ് ഞാൻ പറയും. ആ 10 സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞുള്ളത് 10 പിടിച്ചു പോകരുതല്ലോ. ദേവരെല്ലാം പറയും ഇത് നമുക്ക് ഇത് ചിന്തിക്കേണ്ട വിഷയം. ഇത് ചൂണ്ടാമറ്റ കൊടുക്കുന്ന അമ്പലങ്ങളൊന്നും നമുക്ക് തോന്നിയാൽ നമ്മൾ പ്രശ്നമാവും. എനിക്ക് ആ സെക്രട്ടറി ഇഷ്ടമില്ല. ചിലപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ പണിയില്ലാതിരിക്കുമ്പോൾ ഇത് പ്രേമികളുടെ കയ്യിൽ കൊണ്ടുകൊണ്ടാ നോക്കണേ വീട്ടില്. സത്യം അതും ചെയ്യുന്നത് പാവങ്ങളുടെ കാര്യം. നമ്മുടെ സേവനത്തിന് വേണ്ടി നമ്മൾ നാണയിട്ടാൽ അത് അമ്മടെ പിന്നെ അത് എടുത്തു കഴിഞ്ഞ പണിയാണ്. അപ്പൊ നമ്മൾ പ്രസാദത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നവരൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം അത് കിട്ടുന്നുണ്ടാവും. നമ്മുടെ പ്രസാദം നമ്മൾ ബേക്കറിക്കാരുടെ വീട്ടിലേക്ക് ഇരുന്നുപോലെ ബേക്കറി ഇഷ്ടംപോലെ ബേക്കറി ഉണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും. എന്തെങ്കിലും കൊണ്ടുപോയില്ലേ? ഒരിക്കലും പഴയ വാങ്ങി കൊണ്ടുപോകോ? എന്താ അവരുടെ കടയിൽ പഴയല്ല. നമ്മുടെ സംസ്കാരം കൊടുത്തിട്ട് എടുക്കാം, കൊടുത്തിട്ട് എടുക്കാം, കൊടുത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ദയവായി കൊടുത്തിട്ട് എടുക്കാം. കൊടുത്തിട്ട് എടുക്കാം. ക്ഷേത്രത്തിൽ വരുന്നവരും അങ്ങനെ തന്നെ. പ്രസാദം കൊണ്ട് പറഞ്ഞാൽ 1 രൂപയുടെ സാധനം നമ്മൾ എടുക്കുമ്പോൾ 2 രൂപ ദേവി സംഭവിക്കും. ധാരശുദ്ധി അവിടെ വരും. അതുകൊണ്ട് നമ്മളെ കർമ്മം തിരിച്ചു വരും. നമ്മൾ കാണില്ല. ഒരു ഗുരു ശിഷ്യന്മാർ ആപ്പിൾ കൊടുത്തിട്ട് പറഞ്ഞത് 4 തവണ കഴിക്കും. ചിലർ 4ന്റെ മുകളിൽ കയറി, ചിലർ ബാത്റൂമിൽ പോയി, ചിലർ ഓടിന്റെ മുകളിൽ കയറി കഴിച്ചു. ഒരുത്തം മാത്രം വരുന്നു കഴിച്ചില്ല. അപ്പൊ എന്താ ഗുരു ചോദിച്ചത്? താങ്കളത് കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കാനാ? 3 ആള് കാണാതെ കഴിക്കാനില്ലെന്ന് ഗുരുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. കാലമാകുന്ന കാലസ്വരൂപനാമീശ്വരൻ തങ്ങളുടെ ലീലാവിലാസങ്ങൾ രാമൻ പറയും. കാലമാകുന്ന ഭഗവാൻ കാണണം, മനസ്സാക്ഷി കാണാം. നമ്മൾ ഒരാളുടെ ദേഷ്യപ്പെട്ട് കുട്ടി പിഴങ്ങിയിരുന്നാൽ നോക്കുകയല്ലേ? അതിനൊരു പശ്ചാത്താപം മനസ്സാക്ഷി പറയും. മുഴുവൻ നമ്മളോട് പറയും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരാൾ നമ്മളോട് പറയില്ല, എന്നോട് പറയുമല്ലേ? ഈശ്വരന്റെ കൂടെ ഇരുന്നാണ് പറയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈനോട്ട് നമ്മളെന്തും ഇട്ടുകൊടുക്കാം. ബുദ്ധിക്ക് ഇട്ട് കൊടുക്കാം. ബുദ്ധിക്ക് ഇട്ട് കൊടുത്താൽ രാവിലെ സൊല്യൂഷൻ കിട്ടും. പൈസക്കാരെ മാത്രം കൊടുക്കരുത്. അത് നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. ഈശ്വരന്റെ രൂപമല്ലാതെ അത് നമ്മുടെ കർമ്മമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ എനിക്ക് മക്കള് പൈസ ഇല്ലാച്ചാൽ നമുക്കതിന് ബോധം വേണ്ടേ? എന്റെ ജന്മം അങ്ങനെയാണ്. എനിക്ക് അറിയില്ല അവർക്ക് ആശീർവാദം കൊടുത്തുകൊണ്ടേ അവരുടെ മനസ്സ് മാറാൻ. നമ്മളെ വിഷമിക്കരുത്. ഈ വൈബ്രേഷനൊക്കെ വിഷമായി തിരിച്ചു. നമ്മുടെ കർമ്മ നമുക്ക് തിരിച്ചു. ഇവിടെ കൊടുത്താൽ അവിടെ കിട്ടും, അവിടെ കൊടുത്താൽ ഇവിടെ കിട്ടും. യാതൊരു സംശയമില്ല. അപ്പൊ നമ്മളിന്ന് പോകാത്ത ഈ കർമ്മം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ക്ഷേത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വെള്ളാരം നമ്മൾ ശ്രദ്ധിക്കണം. ദിവസം അതിൽ പങ്കാളിത്തം. ഇനിയിപ്പോ 10 രൂപയുടെ വരുമാനമായിട്ട് അങ്ങനെ തന്നെയാണ്. അച്ഛനാണ് ഭർത്താവിന്റെ പോകരുന്നത് 10 രൂപയല്ലേ ദേവന്റെ നമ്മുടെ കാര്യങ്ങളല്ലേ? ഉള്ളവര് 10 പറഞ്ഞ് 10 പിടിക്കരുത്. എത്ര കൊടുത്താലും നമുക്ക് തന്നെ വേണ്ടത് ഒരു തരത്തിലല്ലെങ്കിൽ വേണ്ടത്.